ഇന്നത്തെ സംഭവത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇന്നലത്തെ സംഭവത്തിൽ തന്നെ സ്ത്രീകളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർ പറയുന്നത് ചേച്ചി ചെയ്ത് കറക്റ്റാണ്. അതുകൊണ്ട് അതന്നെ എനിക്ക് വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഒരു സ്ത്രീക്കുള്ള ഭർത്താവ് പുരുഷനാണ്, അച്ഛൻ പുരുഷനാണ്. ഈ പുരുഷന്മാരില്ലാതെ എന്ത് സ്ത്രീയാണ് ഉള്ളത്? പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ഇങ്ങനെ തേജോവധം ചെയ്യണം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മനസ്സ് വിഷമിച്ചിട്ടാണ്. ഒരു സ്ത്രീ ഒരു റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ സ്ത്രീ ഏറ്റെടുക്കണം. പുരുഷനെ തെളിഞ്ഞു വരുന്നവരെ കാത്തിരിക്കാനുള്ള സമയം കൊടുക്കാൻ പാടില്ല. അവർ ആ മാസക്കാലം അനുഭവിക്കുന്ന വേദന എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അയാൾ വെള്ളത്തിന് അഡിക്റ്റ് ആവും, അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യും. ആ കുടുംബത്തിലിരിക്കുന്ന ഭാര്യ ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടാവില്ല അദ്ദേഹം. അപ്പോൾ ആ പുരുഷന് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഇതിന് നിൽക്കുന്നത്? ഞാൻ സപ്പോർട്ട് ചെയ്യും. എനിക്കിനി എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ശരി, ഇനി അഥവാ എന്നെ റോഡിലിട്ട് തല്ലാണ് നിങ്ങൾ പുരുഷന്മാരെന്തായാലും എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഉറപ്പാണ്. പുരുഷ വിരോധികളെ സ്ത്രീകളൊന്നും പറയാനില്ല. അവരവിടെ കിടന്ന് വിരോധിച്ചോട്ടെ, നമുക്കതൊന്നും നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഓരോരുത്തർക്കും തോന്നുന്ന പോലെയല്ലേ അവർ ചെയ്യുന്നത്. അതിനെതിരായിട്ടാണ് ഈ ഇത് വരുന്നത്, കമ്മീഷൻ വരുന്നത്. അതിൽ കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്താണ് കമ്മീഷൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പുരുഷന്മാർക്ക് വെറുതെ ഇരിക്കേണ്ട സമയമല്ല ഇത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തുടങ്ങുന്നത് ഇപ്പോൾ തുടങ്ങിയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ആർക്ക് വേണ്ടി ഏത് സമയത്ത് വേണ്ടി കേസ് വരാം. ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞു എന്നുള്ള പേരിലാണ് ട്രെയിൻ നന്ദകുമാർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ആളാണ് അദ്ദേഹം. കാരണം അദ്ദേഹം എന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് 20 വർഷം, അതായത് എൻ്റെ നല്ല ജീവിതമാണ് ആ സമയത്ത് പോയത്. അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വിധിയല്ല, ഫൈറ്റ് ഉണ്ടാക്കിയ വിധി തന്നെയാണ്. അത് ആരും എന്താ ഇപ്പോഴും പലരും പറയാറുണ്ട് അതങ്ങനെയാണ്. ഇതൊന്നുമല്ല. ആ സമയത്ത് ആരുണ്ടായിരുന്നു? സ്ത്രീകൾ ആര് സപ്പോർട്ട് ചെയ്തു? ഒരാൾ വിളിച്ചെന്നെ ആശ്വസിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല അവിടെ പ്രശ്നം. നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ, എനിക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊന്നും അറിയണ്ട, എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കാണുന്നുണ്ട്. ഞാനും പറഞ്ഞില്ലേ, ഭാര്യയാണ്, അമ്മയാണ്, എല്ലാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും ഞാൻ ശക്തമായിട്ട് നിൽക്കും. ഇനി അതിന് എന്ത് വിരോധമല്ല, റോഡിൽ തന്നെ തല്ലിയാണ് ഞാൻ നിൽക്കും. കൂടെ വർക്ക് ചെയ്യുന്നവരെ ഇതിലോട്ട് ചേച്ചി ഇറങ്ങിയ സമയത്ത് ചേച്ചിനെ എന്തൊക്കെ പറഞ്ഞു ഇതിൽ ഇറങ്ങരുത്? ആര് പറഞ്ഞാലും എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുമായിരിക്കും. എൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അനുസരിക്കും. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞ കേട്ട് ജീവിക്കുന്ന ആളല്ല ഞാൻ. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഞാൻ. ആരെങ്കിലും പറഞ്ഞിട്ട് അത് തെറ്റായ കാര്യം ഞാൻ നിൽക്കാറില്ല. ഇത് ശരിയായ ഒരു കാര്യമാണ്. കാരണം പുരുഷന്മാർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ട് എത്ര നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ എന്തുമാത്രം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് അവരെ അങ്ങ് മാറ്റി നിർത്തല്ലേ 6 മാസത്തോളം 3 മാസത്തോളം. അവരെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. അന്ന് വെച്ച് ഞാൻ സ്ത്രീ വിരോധിയൊന്നുമല്ല. ഞാനും ഒരു സ്ത്രീയല്ലേ. എൻ്റെ വളർന്നു വരുന്ന മോനൊരു പുരുഷനാവും. അന്ന് ഇതൊക്കെ ഉപകാരം ചെയ്യും. അതിനു വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. എങ്ങനെ? അഭിനയ മേഖലയിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അഭിനയിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, കാശ് വാങ്ങുന്നു, അന്തസ്സായിട്ട് വീട്ടിൽ പോകുന്നു. പറ്റാത്ത സ്ഥലമാണെങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞു പോകുന്നു. അത്രയേ ഉള്ളൂ. പുരുഷ വിരോധം നടക്കുന്നില്ലെങ്കിലും പുരുഷ മേധാവിത്വം നടക്കുന്നില്ലേ? മേധാവിത്വം നടക്കുന്നില്ല. നമ്മുടെ പെരുമാറ്റം അനുസരിച്ചാണ് സുഹൃത്തെ എല്ലാവർക്കും നമ്മളോട് തോന്നുന്ന ഒരു കാഴ്ചപ്പാട്. ഞാൻ പുറത്തിറങ്ങി ഒരാളോട് സംസാരിക്കുന്ന അഹങ്കാരം കൊണ്ട് പെണ്ണ് സംസാരിച്ചാൽ ആ പുരുഷന് അത് ഇഷ്ടപ്പെടില്ല. സ്നേഹപൂർവ്വം സംസാരിച്ച് നോക്കിയേ ഏത് പുരുഷനും നമ്മൾ ഇഷ്ടപ്പെടും. പുറത്തിറങ്ങി എന്തെങ്കിലും ചോദിക്കുന്നവർക്ക് നീ പണി നോക്കുന്ന ആരും ഇഷ്ടപ്പെടും. അതുകൊണ്ട് പുരുഷ മേധാവിത്വമൊന്നുമില്ല. അതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആരോട് പെരുമാറുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു എന്താ പറയുക ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ കിട്ടുന്നത്. അല്ലാണ്ട് ഇതൊന്നും പുരുഷ മേധാവിത്വം ഒന്നും ഇല്ല. ഇപ്പോൾ ചേച്ചി സിനിമയിൽ പേഴ്സണാലിറ്റി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചോദിച്ചോട്ടെ. അപ്പോൾ അന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നില്ല. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതെ ആ റിപ്പോർട്ട് എങ്ങനെയുണ്ട്? കാരണം ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതിനെപ്പറ്റി പരാമർശിക്കുന്നത്. അപ്പോൾ അതിന് ചേച്ചി എങ്ങനെ നോക്കുകയാണ്? ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാക്കാരെ മാത്രം പറയണ്ട. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഫീൽഡിലും ഈ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ സിനിമയിൽ മാത്രമല്ല. ഹേമ കമ്മീഷൻ വന്ന റിപ്പോർട്ട് അനുസരിച്ച് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി നാളത്തെ തലമുറയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള ഒരു സന്ദർഭമാണ് ഈ ഹേമ കമ്മീഷൻ ഞാൻ പറയൂ. കാരണം ഇപ്പോൾ വരുന്ന തലമുറയ്ക്കൊക്കെ സേഫാണ്. കാരണം ഇനിയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വിവരം അറിയും. മനസ്സിലായി? അതാണ്. അല്ലാതെ അതിനകത്ത് വന്നിരിക്കുന്ന എത്ര ഇപ്പം നിവിൻ പോളിയുടെ കാര്യം തന്നെ ചുമ്മാ പറഞ്ഞ കാര്യമില്ലേ, പെട്ടെന്ന് അത് തെളിവായില്ലേ. ഇതുപോലെ പല അലിഗേഷൻസ് ഉണ്ടാവും. അതൊന്നും സിനിമയെ ബാധിക്കുന്ന കാര്യമില്ല. പൊതുവായ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും സ്ത്രീകൾക്ക് അത് ശക്തമായി എതിരിടാൻ പഠിക്കണം. പഠിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നേരിടാണെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതിയെന്നേ. ഇനി നമുക്ക് വീട്ടിനകത്ത് കുത്തിരിക്കാമല്ലോ, എന്തിനു പുറത്തിറങ്ങുന്നത്? നമുക്ക് വീട്ടിൽ പറ്റാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ വീട്ടിൽ ഇരുന്നോളണം. വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കി അന്തസ്സായിട്ട് ഭർത്താവിനെ നോക്കി ജോലി വീട്ടിലിരിക്കണം. അല്ലാത്തവരെന്തിനാ പുറത്തിറങ്ങുന്നത്?
ഒന്നും കൂടെ ഒരു വ്യക്തതയ്ക്ക് ചോദിക്കുകയാണ്, മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വം ഇല്ല. എൻ്റെ അറിവില്ല, ഞാൻ 30 വർഷമായി സിനിമ ഫീൽഡിൽ വന്നിട്ട്. ഇനി അഥവാ പുരുഷ മേധാവിത്വം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പറ്റാത്ത ഫീൽഡാണെങ്കിൽ ഞാൻ ചെയ്യില്ല, ഞാൻ ഇറങ്ങിപ്പോവും. അവർ പുരുഷ മേധാവിത്വം എന്ത് വേണം കാണിച്ചിട്ട് എൻ്റെ അറിവിലില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കിടക്കട്ടെ, അതിലെങ്കിലും ഒരു പുരുഷനൊന്ന് കയറി നിന്നോട്ടെ, അവർ മേധാവിത്വം കാണിച്ചോട്ടെ. കാരണം നിങ്ങൾ പുരുഷന്മാർക്ക് ഒരടി മുന്നിൽ സ്ഥാനം കൊടുത്തിട്ടുള്ള ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് പുരുഷന്മാരെയാണ്. ഞാൻ ഒരിക്കലും തുല്യരാണെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പടി സ്ഥാനം കൂടുതലാണ്. അപ്പൊ അവിടെ ഇനി പുരുഷ മേധാവിത്വം ഉണ്ടായിക്കോട്ടെ, രസമല്ലേ? ഒരു ആവശ്യത്തുമില്ല. അത് നമ്മൾ നേരിടാൻ പഠിക്കണം. എവിടെ പുരുഷ മേധാവിത്വം ഉണ്ടെങ്കിലും നേരിടാൻ നമ്മൾ പഠിച്ചാൽ പോരെ. ഒരാൾ റോട്ടിൽ നിന്ന് എൻ്റെ കൈ കയറി പിടിക്കാൻ വന്നാൽ എനിക്ക് തല്ലാന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ നമ്മൾ അവരെ കുറ്റം പറയണേ? എന്തിനാ? അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയ സംസാരിച്ചോ ആധികാരികമായിട്ട് പറഞ്ഞൊന്നും അറിയില്ല. എൻ്റെ ഈ കൊച്ചു കാര്യങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ കണ്ടറിവുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ പറയണം. ഇത് നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിൽ നിന്നുള്ള വാക്കുകളെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വലിയ ഗിമിക്സ് ഒന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ കമ്മീഷൻ നിങ്ങൾ നല്ലപോലെ ശക്തമായിട്ട് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം. അത്ര എനിക്ക് പറയാം. ഓക്കെ.